ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് കടക്കാം. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുതേ. അപ്പൊ ഞാൻ നേരെ വിശേഷത്തിലേക്ക് തന്നെ പോവുകയാണ്. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ഓണസദ്യ കഴിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ എല്ലാവരും ഉണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിയുടെ ടീച്ചറമ്മ പറയുകയാണ്, ഇവന് പണ്ട് ഞാൻ ചോറ് വാരി കൊടുത്തോണ്ടിരുന്ന സമയത്ത് ചോദിച്ചിരുന്നു, നിനക്ക് വീട്ടിൽ നിന്റെ അമ്മ ചോറ് വാരി തരത്തില്ലേന്ന്. അപ്പോഴേക്കും ഇവൻ കരയുമായിരുന്നു. ഇവനൊന്നും മിണ്ടത്തില്ലായിരുന്നു. എനിക്ക് ഒരുപാട് സങ്കടം അപ്പൊ തോന്നിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ചമ്മ പറയാണ്, അതിന് ഇവൻ എന്റെ കൂടെ നിന്നല്ലേ വളർന്നത്. ഇവൻ എന്റെ കൂടെ നിന്ന് വളർന്നത് കൊണ്ട് തന്നെ ഇവന്റെ അമ്മയുടെ സ്നേഹം ഒന്നും കിട്ടിയിട്ടില്ല. അല്ലെങ്കിൽ തന്നെ സ്നേഹം കിട്ടിയേനെ. അതൊന്നും പറയാതിരിക്കുക ടീച്ചറമ്മേ നല്ലത്. ഇപ്പോഴെന്റെ മോന് ആവോളം സ്നേഹം അവന്റെ ഭാര്യ വാരി കോരി കൊടുക്കുന്നുണ്ടല്ലോ. ഒരമ്മ ഇല്ലെങ്കിൽ എന്താ? ഇപ്പൊ എന്റെ മോന് സ്നേഹം എന്താണെന്ന് അറിയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോ ടീച്ചറമ്മ പറഞ്ഞു, അതേതായാലും ഭാര്യയുടെ ഗുണം തന്നെയാണ് രേവതി, നിന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു. സച്ചിനെ നീ മാറ്റിയെടുത്തല്ലോ, അവന് നല്ലൊരു സ്നേഹം നീ കൊടുക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് രേവതി പറഞ്ഞു, അതിന് ഞാൻ മാത്രമല്ല സ്നേഹം കൊടുക്കുന്നത്, സച്ചേട്ടന് നന്നായിട്ട് സ്നേഹിക്കാൻ അറിയാം. ടീച്ചറമ്മ പറഞ്ഞില്ലേ, സച്ചേട്ടൻ എല്ലാവരെയും സ്നേഹിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, അംഗീകരിക്കുന്നുണ്ടെന്നൊക്കെ. ആ സ്വഭാവ ഗുണങ്ങളൊക്കെ തന്നെ ഇപ്പോഴും സച്ചേട്ടനുണ്ട്. സത്യത്തിൽ ഞങ്ങളുടെ കല്യാണം നടന്നത് എങ്ങനെയാണെന്ന് ടീച്ചറമ്മയ്ക്ക് അറിയാമോ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയാൻ വന്നു. അപ്പോഴേക്ക് ടീച്ചറമ്മ പറഞ്ഞു, എല്ലാം എനിക്കറിയാം, എല്ലാം എന്നോട് സച്ചിയുടെ അച്ചമ്മ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ദൈവം കൂട്ടിവെച്ചതാ നിങ്ങൾ രണ്ടുപേരെയും, അതുകൊണ്ട് ഒരിക്കലും പിരിയാൻ പാടില്ല. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സന്തോഷിച്ച് ഇങ്ങനെ പോണം. അതാണ് നിങ്ങളുടെ അച്ചമ്മയ്ക്കൊക്കെ കാണേണ്ടത്, എനിക്കും കാണേണ്ടത് അതാണ്. സച്ചിക്ക് കിട്ടിയ ഒരു ഭാഗ്യമാണ്, അല്ലെങ്കിൽ ഒരു നിധി തന്നെയാണ് രേവതി നീ. സച്ചിയുടെ കഷ്ടതകളൊക്കെ അറിഞ്ഞിട്ട് ദൈവം കൊണ്ട് തന്നതാണ് സച്ചിക്ക് എന്നിങ്ങനെ പറയാം. അപ്പൊ സച്ചിയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞ് ഒഴുകാണ് കേട്ടോ. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇതൊരു നല്ല ഓണമല്ലേ, ഇത് കുളവാക്കണോ? അവൻ കിടന്ന് കരയാൻ തുടങ്ങിയല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു, ഇത് ആനന്ദക്കണ്ണീരാ. കാരണം എന്റെ ടീച്ചറിനെ വർഷങ്ങളായിട്ട് ഇപ്പോഴല്ലേ ഞാൻ കാണുന്നത്. അപ്പൊ ഇത് ആനന്ദക്കണ്ണീരാ, ഇത് ഓർത്തിട്ട് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, എല്ലാവരും ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മുടെ ടീച്ചറമ്മ എന്ത് ചെയ്യുന്നു, ഒരു ഉരുള നമ്മുടെ സച്ചിക്ക് എടുത്ത് വാരി കൊടുക്കുകയാണ്, പണ്ടത്തെ ആ ഒരു ഓർമ്മ അയവിറക്കിക്കൊണ്ട്. അപ്പൊ സച്ചിക്ക് ഒരു ഉരുള വാരി കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ കണ്ണ് വീണ്ടും നിറഞ്ഞൊഴുകാണ് കേട്ടോ. ഇതൊക്കെ കണ്ടിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല. സച്ചിനെ കുറിച്ച് പറയുന്നൊക്കെ കേൾക്കുമ്പോഴത്തേക്കും എന്റെ പൊന്നോ, അവിടെ നിന്ന് അങ്ങോട്ട് നിന്ന് ഉരുകി പോവാണ്. എങ്ങനെ ഉരുകി പോകാതിരിക്കും? കാരണം വേറൊന്നുമല്ല, നമ്മുടെ സച്ചിനെ ചന്ദ്ര സ്നേഹിച്ചിട്ടില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് സത്യം പറഞ്ഞ ചന്ദ്രയ്ക്ക് ഒരു നാണക്കേട് പോലും. ഇതൊക്കെ ടീച്ചറമ്മ പറഞ്ഞു കേട്ടപ്പോഴത്തേക്കും വല്ലാത്തൊരവസ്ഥ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ രേവതിക്ക് വല്ലാത്തൊരു വേവലാതി ഉണ്ടല്ലോ. സച്ചിയുടെ ആ പഴയകാല ചരിത്രം, സച്ചിയെ കുറിച്ച് എല്ലാവരും പറയുന്നുണ്ട്. സച്ചി ചെയ്യാത്തൊരു കുറ്റത്തിനാണ് സച്ചി ശിക്ഷ അനുഭവിച്ചത് എന്ന്. അപ്പൊ അതുകൊണ്ട് ഇത് നമ്മുടെ രേവതിയുടെ മനസ്സിലെങ്ങും വല്ലാണ്ട് അലട്ടുകയാണ് കേട്ടോ. അപ്പൊ രേവതി വീണ്ടും കൈയൊക്കെ കഴുകാൻ പോയി. ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൈയൊക്കെ കഴുകാൻ പോയപ്പോഴത്തേക്കും ടീച്ചറമ്മ അവിടെ ഉണ്ട്. അപ്പൊ ടീച്ചറമ്മ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മൾ സച്ചിക്ക് കാര്യങ്ങളൊക്കെ അറിയണം, ചോദിക്കണം സച്ചിക്ക് എങ്ങനെയെങ്കിലും രേവതിക്ക്. അപ്പൊ രേവതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ടീച്ചറമ്മ പോകുന്നതിന് മുമ്പ് തന്നെ കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം, എന്താ സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. സച്ചേട്ടന്റെ ചെറുപ്പകാലത്ത് എന്തോ ഒരു ട്രോമ സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്തായിരിക്കാം? സച്ചേട്ടൻ ചെയ്ത കാര്യമല്ലെന്നാ പറയുന്നത്. അപ്പൊ അത് ആരായിരിക്കാം ചെയ്തത്, എന്തായിരിക്കാം? ഏതായാലും ഇതൊന്ന് ചോദിക്കണം എന്ന് പറഞ്ഞ് പറ്റുന്ന അവസരങ്ങളൊക്കെ മാക്സിമം നമ്മുടെ രേവതി വിനിയോഗിക്കുക ഈ ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ടീച്ചറമ്മയോട്. അപ്പൊ ടീച്ചറമ്മേനാണെങ്കിൽ എന്താ രേവതിക്ക് രഹസ്യമായിട്ട് ചോദിക്കാനായിട്ട് കിട്ടുന്നില്ല, ഇത് പരസ്യമായിട്ട് ചോദിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം രേവതി പരമാവധി ടീച്ചറമ്മയെ ഇങ്ങനെ ഒഴിഞ്ഞു, അതല്ല ടീച്ചറമ്മ ഇങ്ങനെ മാറി മാറി നിൽക്കുമ്പോഴത്തേക്കും ടീച്ചറമ്മ എന്ന് വിളിച്ച് ചെല്ലാണ്. ടീച്ചറമ്മ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇപ്പൊ ടീച്ചറമ്മയുടെ വിശേഷമൊക്കെ ചോദിക്കുക, സച്ചിനെ കുറിച്ചൊക്കെ ചോദിക്കുക. സച്ചേട്ടൻ എങ്ങനെയായിരുന്നു, സച്ചേട്ടൻ പഠിക്കുമായിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ, ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ. പിന്നെ എന്താ ടീച്ചറമ്മയെ സച്ചേട്ടന് പറ്റിയത്? സച്ചേട്ടൻ എന്താ ജോലിക്കൊന്നും പോകാതെ സച്ചേട്ടൻ പഠിത്തം നിർത്താൻ കാരണം എന്താണ്? ജോലിക്ക് ഇറങ്ങി തിരിച്ചതിന്റെ കാരണമൊക്കെ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി ഇങ്ങനെ ചോദിക്കാം. അപ്പം നമ്മുടെ അച്ചമ്മയും രവീന്ദ്രനും ഇത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ രവീന്ദ്രൻ രേവതി ടീച്ചറമ്മയോട് സംസാരിക്കുന്നു. ഇപ്പൊ ടീച്ചറമ്മ ഇങ്ങനെ ഓരോ കാര്യം അതിപ്പം ഇപ്പം അതൊക്കെ എന്താണ്, അതൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പാവം എന്റെ സച്ചി, അവൻ ഒരുപാട് അനുഭവിച്ചു. ആ ഒരു സമയത്ത് അവൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. അവനെ എല്ലാവരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, തള്ളി പറഞ്ഞിട്ടുണ്ട്. പാവം എല്ലാവരുടെയും മുമ്പിലും നല്ലൊരു സ്റ്റുഡന്റ് ആയിട്ട് ഞങ്ങൾക്ക് SLCക്ക് ഞങ്ങൾക്ക് നല്ലൊരു റാങ്ക് കിട്ടുന്ന ഒരു സ്റ്റുഡന്റ് ആയേനെ അവന്. പക്ഷെ അതൊന്ന് അങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഇങ്ങനെ പറയാൻ വരാൻ തുടങ്ങുകയാണല്ലോ. അപ്പോഴത്തേക്ക് രവീന്ദ്രൻ വന്നിട്ട് അവിടെ തടയിടുകയാണ്. ടീച്ചറമ്മ ഇങ്ങ് വന്നേ എന്നും പറഞ്ഞ് രവീന്ദ്രൻ പെട്ടെന്ന് വിളിക്കുക. നമ്മുടെ രേവതിയോട് പറയാനായിട്ട് സമ്മതിക്കുന്നില്ല.
രേവതിക്ക് ഇത് എന്താ പറയാ, രേവതി ഇത് എങ്ങനെയെങ്കിലും ഒന്ന് അറിയാൻ നോക്കിയിട്ട് നമ്മുടെ രവീന്ദ്രൻ അതങ്ങ് മാറ്റിവിടുകയാണ്. പെട്ടെന്ന് രവീന്ദ്രൻ വന്നതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെ കുറിച്ച് രേവതിക്ക് പിന്നെ ചോദിക്കാനും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെ എന്താ പറയുക, അത് പകുതിയും കൊണ്ട് നിന്നു പോവുക. അങ്ങനെ നമ്മുടെ രേവതിക്ക് കലി വന്നിട്ട് ഇതെന്തായിരിക്കും കാര്യം, ഇതെന്താ സംഭവിച്ചിട്ട് എന്തായിരിക്കുക. സച്ചേട്ടനെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുള്ളിക്കാരനാണ് ഏറ്റവും കൂടുതൽ റാങ്ക് അവിടെ മാർക്ക് മേടിക്കേണ്ട ഒരു സ്റ്റുഡന്റ് ആയിരുന്നല്ലോ. അപ്പൊ പിന്നെ എന്തായിരിക്കും സച്ചേട്ടന് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക. ഇതിപ്പോ ആരോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കുക. അച്ഛൻ മനഃപൂർവ്വം എന്നെ അറിയിക്കാതെ ടീച്ചറമ്മനെ മാറ്റിക്കൊണ്ട് പോയതാണോ എന്നൊക്കെ. ഏതായാലും ഈ സമയത്ത് ടീച്ചറമ്മ പറഞ്ഞു, അതെ എനിക്ക് പോണം, മക്കളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇവിടെ ഒന്നും അല്ലായിരുന്നു, ഡൽഹിയിൽ എന്റെ മക്കളുടെ കൂടെ ആയിരുന്നു. അപ്പം മക്കളൊക്കെ വന്നിട്ടുണ്ട്, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഓണം ആഘോഷിക്കുന്നുണ്ട്, അപ്പൊ എനിക്ക് പോണം. അപ്പം ഇവിടത്തെ ഓണം ആഘോഷിച്ച് കഴിഞ്ഞല്ലോ, ഇനിയിപ്പം ഞാൻ പോവുകയാണ് എന്ന് പറയുകയാണ്. അങ്ങനെ നമ്മുടെ ടീച്ചറമ്മ യാത്രയാകുകയാണ് കേട്ടോ. ടീച്ചറമ്മയ്ക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് നമ്മുടെ സച്ചിയും രേവതിയും എല്ലാവരും കൂടെ യാത്ര അയക്കുകയാണ്. പക്ഷെ നമ്മുടെ രേവതിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊന്നും കിട്ടിയില്ല. രേവതി ഒരുപാട് പ്രതീക്ഷിച്ചു, എന്തെങ്കിലുമൊക്കെ വിവരം കിട്ടുമായിരിക്കും, എന്തെങ്കിലുമൊക്കെ വിവരം അറിയായിരിക്കും പ്രതീക്ഷിച്ചു. എന്ത് ചെയ്യാനാ, വിവരങ്ങളൊന്നും കിട്ടിയില്ല നമ്മുടെ രേവതിക്ക് അവിടെ നിരാശ മാത്രമാണ്. രേവതി ഇപ്പൊ 2ോ 3ാമത്തെയോ പ്രാവശ്യം എങ്ങാണ്ടായി ഈ ഒരു കാര്യം എങ്ങനെയെങ്കിലും അറിയാനായിട്ട് ശ്രമിക്കുന്നു. ഏതായാലും അങ്ങനെ നമ്മുടെ രേവതി സച്ചോടി എന്ന് ചോദിക്കുകയാണ്, സച്ചേട്ടാ ഞാനൊരു കാര്യം ചോദിച്ചാൽ സച്ചേട്ടൻ സത്യം പറയുമോ, ഞാൻ സച്ചേട്ടനോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും എന്താ രേവതി എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ടീച്ചറമ്മ വന്ന് പറഞ്ഞല്ലോ, സച്ചേട്ടൻ ഏറ്റവും നല്ല സ്റ്റുഡന്റ് ആയിരുന്നു, ഏറ്റവും നല്ലൊരു ക്ലാസ്സിലെ കുട്ടിയായിരുന്നു, മനസ്സലിവുള്ള കുട്ടിയായിരുന്നു, സ്നേഹമുള്ള കുട്ടിയായിരുന്നു, എല്ലാവർക്കും സച്ചേട്ടനായിരുന്നു ബെസ്റ്റ് സ്കൂളിൽ. അതുപോലെ 10ാം ക്ലാസ്സിൽ റാങ്ക് മേടിക്കാനിരുന്ന സച്ചേട്ടൻ എന്താ പറ്റിയത്, സച്ചേട്ടൻ എന്താണ് SLC പരീക്ഷ എഴുതാതെ ഇരുന്നത്, സച്ചേട്ടൻ എന്താ സംഭവിച്ചത് അവിടെ, എനിക്കത് അറിയണം. എനിക്കത് അറിയണമെന്നുണ്ട് സച്ചേട്ടൻ, ഞാൻ സച്ചേട്ടന്റെ ഭാര്യയല്ലേ, സച്ചേട്ടൻ എന്നോട് അത് തുറന്നു പറയത്തില്ല, എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സച്ചിയുടെ മുഖഭാവം ഒക്കെ അങ്ങ് മാറി കേട്ടോ. അത്രയും നേരം കണ്ട സച്ചിനെ അല്ല പിന്നെ രേവതി കണ്ടത്. എന്തോ പോലെ ആയി പോയി സച്ചിക്ക്, എന്തോ മുഖഭാവമൊക്കെ അങ്ങ് മാറി. അപ്പൊ സച്ചി അങ്ങ് ഒഴിഞ്ഞു മാറി പോവാണ്. എന്താ പറയാ, തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറി അങ്ങ് പോവുക സച്ചി. അതങ്ങനെ വിട്ടാൽ ശരിയാവത്തില്ല. അപ്പൊ നമ്മുടെ രേവതി അച്ഛനും ഇത് പരമാവധി ഒഴിഞ്ഞു മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പൊ അച്ഛനോട് ചോദിച്ചാലോ കാര്യങ്ങളൊക്കെ എന്ന് നമ്മുടെ രേവതി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ്. രവീന്ദ്രനോട് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ആൻസർ കിട്ടും. അത് ഇനി അച്ഛമ്മയോട് ചോദിക്കണോ, ആരോടെങ്കിലും ചോദിച്ചിട്ട് അറിഞ്ഞേ പറ്റൂ. സച്ചിയേട്ടന് ഒഴിഞ്ഞു മാറി നടക്കാം. ഇപ്പൊ സച്ചി ഒഴിഞ്ഞു മാറിപ്പോയി കേട്ടോ. സച്ചിയോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും സച്ചി തട്ടുമുട്ട് ന്യായങ്ങളൊക്കെ പറഞ്ഞ് സച്ചിയും ഒഴിഞ്ഞു മാറി പോവുകയാണ്. സച്ചിയുടെ മുഖഭാവമൊക്കെ അങ്ങ് മാറി. എന്നിട്ട് സച്ചി അവിടെ നിന്ന് അങ്ങ് ഒഴിഞ്ഞു മാറിപ്പോയി. അപ്പൊ സച്ചിക്ക് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, സച്ചി പറയണ്ട, എന്നാ പിന്നെ രവീന്ദ്രനോട് ചോദിക്കാന്ന് പറഞ്ഞിട്ട് നമ്മുടെ രേവതി രവീന്ദ്രനോട് പോയി ചോദിക്കുകയാണ്, അച്ഛാ എനിക്കൊരു കാര്യം അറിയാനുണ്ട്, എന്താണ് സച്ചേട്ടന്റെ ലൈഫിൽ സംഭവിച്ചത് എന്ന്. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, അത് അറിയാനുള്ളൊരു സമയമാകുമ്പം സച്ചി തന്നെ നിന്നോട് പറഞ്ഞോളും, അത് ഞാനായിട്ട് ഒരിക്കലും പറയില്ല, ഒരിക്കലും അത് ഞാൻ പുറത്ത് പറയില്ല, കാരണം അതിന്റെ ആവശ്യമില്ല എനിക്ക്. അപ്പം രേവതി നിനക്ക് അറിയേണ്ട സമയമാകുമ്പോൾ സച്ചി തന്നെ സച്ചിയുടെ വായിൽ നിന്ന് തന്നെ നിന്നോട് പറഞ്ഞോളും, അവനെല്ലാം നിന്നോട് പറയുന്നതല്ലേ, അപ്പൊ ഈ കാര്യവും നിന്നോട് പറഞ്ഞോളൂ എന്ന് പറയുകയാണ് കേട്ടോ. ഏതായാലും ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും രേവതിക്ക് എന്നാ ഓക്കെ, രേവതിയും പറഞ്ഞു, നിർബന്ധിക്കാൻ പോകുന്നില്ല, രേവതിയുടെ സ്വഭാവത്തിന് രേവതി നിർബന്ധിക്കത്തില്ല. അപ്പൊ രേവതി ഓക്കെ സച്ചേട്ടൻ പറയുമായിരിക്കും എന്നൊരു പ്രതീക്ഷയോടുകൂടി തന്നെ നിൽക്കുന്നു. അങ്ങനെ അവര് ഓണാഘോഷമൊക്കെ അവിടെ ഗംഭീരമായിട്ട് ആഘോഷിച്ച് തിരിച്ചു പോരുകയാണ്. ഓണക്കളികളൊക്കെ നടന്നു. അങ്ങനെ നമ്മുടെ രേവതിയോടും സച്ചിയോടും പറഞ്ഞു, ഇനിയിപ്പം അടുത്ത ഓണത്തിന് മുമ്പായിട്ട് തന്നെ എനിക്കൊരു സന്തോഷ വാർത്ത കേൾക്കണം, അത് നിങ്ങൾ കേൾപ്പിക്കണം. സച്ചി, നിന്റെ ഒരു കുഞ്ഞിനെ കാണാനായിട്ട് ഞാൻ ഏറെ കൊതിക്കുന്നുണ്ട്. ഈ കുഴിയിലേക്ക് കാല് നീട്ടിയിരിക്കുന്ന നിനക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം അതൊക്കെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം സച്ചി, അടുത്ത പ്രാവശ്യം ഓണത്തിന് മുമ്പ് ആ ഒരു വിശേഷം നിങ്ങൾ അറിയിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയാം. അതുപോലെ തന്നെ ശ്രുതിയെ അന്വേഷിച്ചെന്ന് പറഞ്ഞേക്കണം. ഇനി ശ്രുതിയെ കൂട്ടി ഒരു ദിവസം നീ ഇങ്ങോട്ടേക്ക് വരണം, അവളെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വീട്ടിൽ വന്നപ്പോഴും എനിക്ക് അവളെ കാണാനായിട്ട് സാധിച്ചില്ല. ഇനിയിപ്പൊ ഞാന് അവിടെ വരുമ്പോ ശ്രുതി ഉണ്ടായിരിക്കണം, എനിക്ക് അവളെ കാണണം എന്നൊക്കെ നമ്മുടെ ശ്രുതിയോടും പറയുകയാണ്. അപ്പൊ അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ അയച്ചു. അങ്ങനെ അവരുടെ ഓണാഘോഷം അവിടെ പൂർത്തിയാകാണ് കേട്ടോ. അപ്പൊ പിന്നെ കാണിക്കുന്ന സീനുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സച്ചിയും അരുണും തമ്മിൽ ഭയങ്കര ഒരു വഴക്ക് തന്നെയാണല്ലോ ഇപ്പോഴും. അതുപോലെ നമ്മുടെ ദേവു ഒരു പുതിയ തീരുമാനം എടുക്കുകയാണ്. ഇനിയിപ്പൊ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അരുണിനെ മാത്രമേ താൻ വിവാഹം കഴിക്കുകയുള്ളൂ. ഇനിയിപ്പം ആരുടെയും, അതായത് സച്ചിയുടെയോ രേവതിയുടെയോ ലക്ഷ്മിയുടെയോ ശരത്തിന്റെയോ ആരുടെയും വാക്ക് കേൾക്കുന്നില്ല. ഇനി ഞാന് അരുണേട്ടനുമായിട്ടുള്ള ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകും, കുറച്ച് ദിവസം കൂടെ ഞാൻ നോക്കും,
എന്നിട്ടും ആരും സമ്മതിക്കുന്നില്ല എങ്കിൽ അരുണേട്ടന്റെ കൂടെ ഞാൻ ഇറങ്ങിപ്പോകും. ആ ഒരു തീരുമാനം തന്നെയാണ് ദേവു എടുക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ കുറച്ച് വേറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ സച്ചിയും ഈ പറയുന്ന അരുണും ഇപ്പം ശത്രുതയിലാണുള്ളത്. അവര് ഇടയ്ക്ക് വെച്ച് ഒരു എന്താ പറയാ, അവര് ഇടയ്ക്ക് വെച്ച് അവരുടെ ശത്രുതയൊക്കെ മാറ്റുന്നുണ്ട്. അപ്പം അങ്ങനെ കുറച്ച് ഭാഗങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സച്ചിക്ക് വീണ്ടും വീണ്ടും അരുൺ പ്രൂവ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു വെളിവില്ലാത്തവനാണ്, അല്ലെങ്കിൽ ഒരു ജോലിയോട് പോലും ഒരു എത്തിക്സ് ഇല്ലാത്തവനാണ് ഈ പറയുന്ന അരുണിന്. അപ്പം അതിനൊരു ഉദാഹരണമായിട്ട് നമ്മുടെ സച്ചിയും ഉണ്ട്, അരുണും ഉണ്ട്. അപ്പം സച്ചി ഇങ്ങനെ കാറും കൊണ്ട് പോകുന്നു, അതുപോലെ അരുണിന്റെ ബുള്ളറ്റും കൊണ്ട് വരുന്നു. അപ്പോഴത്തേക്കും ഒരു ചേച്ചി സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം സ്വർണ്ണമൊക്കെ ധരിച്ചിട്ട് ഒരു ചേച്ചി വരികയാണ്. അപ്പൊ അവിടെ ഒരു കള്ളനും വരുന്നുണ്ട്. അപ്പൊ ഒരു കള്ളൻ വന്നിട്ട് പെട്ടെന്ന് ആ ചേച്ചിയുടെ കഴുത്തിൽ നിന്നും മാല തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുക. അങ്ങനെ ആ മാല തട്ടിപ്പറിച്ചുകൊണ്ട് ഓടുമ്പോഴത്തേക്കും സച്ചി ഇത് കാണുക. സച്ചി ഇത് കണ്ടു, നമ്മുടെ അരുണും കണ്ടു. അരുൺ ഒരു പോലീസ് എന്ന നിലയിൽ നമ്മുടെ ആ പുള്ളിക്കാരിയെ രക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ കള്ളനെ പിടിക്കാനായിട്ട് നോക്കും. അങ്ങനെ ബുള്ളറ്റ് എടുത്തുകൊണ്ട് പുറകെ പോയി. അതിനോടൊപ്പം സച്ചി അരുണെ കാണുന്നൊന്നുമില്ല. സച്ചിയും എന്ത് ചെയ്യുന്നു, സച്ചിക്കും ഇങ്ങനെയുള്ള അനീതികൾ കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തന്നെ പ്രതികരിക്കുമല്ലോ. സച്ചിയും നേരെ ചെല്ലുകയാണ്, ആ ഒരു കള്ളന്റെ പുറകെ പോകുന്നു. ആ കള്ളനാണെങ്കിൽ ഭയങ്കര സ്പീഡെന്ന് വെച്ചാൽ ഭയങ്കര സ്പീഡ്, ഓടി എത്താൻ പറ്റുന്നില്ല സച്ചിക്ക് പോലും. സച്ചി അവിടെ നമ്മുടെ ഇന്നോവയൊക്കെ ഇട്ടിട്ടാണ് ഓടുന്നത്. പിന്നെ അരുണ് ഒരു ബുള്ളറ്റും കൊണ്ടാണ് പോകുന്നത്. പിന്നെ പുള്ളിക്കാരി ആണെങ്കിൽ നിലവിളിക്കാണ് കിടന്ന്, എന്റെ മാല പോയി, അയ്യോ എന്റെ മാല പോയി എന്ന് പറഞ്ഞ് കിടന്ന് നിലവിളിക്കുന്നു. അപ്പൊ നമ്മുടെ സച്ചി എന്ത് ചെയ്യുന്നു, പുറകെ ഓടിപ്പോയി. അപ്പൊ അയാള് തട്ടിച്ചും വെട്ടിച്ചും ഒക്കെ മാറി ഇങ്ങനെ ഓടുകയാണ്. പുറകെ അരുണും ഓടുന്നുണ്ട്, നമ്മുടെ സച്ചി ഓടുന്നുണ്ട്. അങ്ങനെ ഓടി 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 ഒരു കവലയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും അയാളെ പെട്ടെന്ന് കാണുന്നില്ല. അപ്പൊ അവിടെ ഒരു ബൈക്ക് ഇങ്ങനെ കിടപ്പുണ്ട്, ബൈക്ക് ഇങ്ങനെ വീണ് കിടക്കും, ഒരു ഗേറ്റ് തുറന്നു വിട്ടിട്ടുണ്ട്. അപ്പം ആ കള്ളൻ ആ ഗേറ്റിന്റെ അവിടെ നിന്നെങ്ങാണ്ടാണ് മിസ്സിങ് ആയതെന്ന് നമ്മുടെ സച്ചിയുടെ ബുദ്ധി ഉപയോഗിച്ച് സച്ചി കണ്ടെത്തി. പക്ഷെ അരുണാണെങ്കിൽ ഈ സമയത്ത് അരുണിന്റെ ബുള്ളറ്റ് നിന്നുപോയി, പെട്രോൾ തീർന്നു പോകും, അങ്ങോട്ടൊക്കെ ചെയ്ത് ബുള്ളറ്റ് നിന്നുപോയി. ബുള്ളറ്റ് നിന്ന് പോയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ അരുണ് അവിടെ നിന്ന് നേരെ ഓടി വന്നു. അപ്പോഴത്തേക്കും തന്നെ സച്ചി എന്ത് ചെയ്യുന്നു, സച്ചി അവിടെ ഒരു ഗേറ്റ് തുറന്നു കിടക്കുന്നു, അവിടെ ഒരു ബൈക്ക് വീണ് കിടക്കുന്നു. അപ്പൊ ആ വീട്ടിലേക്ക് കയറി രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയ സച്ചി ആ കള്ളനെ പിടിക്കാനായിട്ട് ആ വീട്ടിലേക്ക് ചെന്ന് കള്ളനെ പിടിക്കുകയാണ്. അങ്ങനെ കള്ളനെ പിടിക്കുന്നു. ആ മാല നമ്മുടെ സച്ചി രക്ഷിച്ചു, ആ മാല കയ്യിൽ മേടിച്ചു. അപ്പോഴത്തേക്കും തന്നെ അരുണും വന്നു. അരുൺ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അരുണിന്റെ കയ്യിൽ ഇങ്ങനെ കൊടുത്തു, ഇതാണ് സംഭവം, ഇതാണ് മാല, ആ പുള്ളിക്കാരിക്ക് കൊണ്ട് ഏൽപ്പിച്ചോ, നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങൾ പോലീസുകാരാണല്ലോ, ഏതായാലും ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന ഒരു ഉപകാരം, ഛേദമില്ലാത്തൊരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് സച്ചിയുടെ കയ്യിൽ സച്ചി ആ മാല അരുണിന്റെ കൈ കൊടുത്തു. അരുൺ സ്വാഭാവികമായിട്ട് ഇത് എന്താണ് ചെയ്യേണ്ടത്, സച്ചി എന്ന് പറയുന്ന ഒരു ആളെ എനിക്ക് ഈ മാല മേടിച്ചു തന്നു എന്നാണല്ലോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയേണ്ടത്. കള്ളനിൽ നിന്ന് മേടിച്ചു തന്നു, സച്ചിയാണ് ആ ഒരു കള്ളനെ പിടികൂടിയത് എന്നൊക്കെയാണ് പറയേണ്ടത്. അങ്ങനെ കള്ളനെയും ഏൽപ്പിച്ചു നമ്മുടെ സച്ചി. പക്ഷെ അതൊന്നും അല്ല അരുൺ പറയുന്നത്. അരുൺ അവിടെ വേറെ കാര്യങ്ങളൊക്കെ എടുത്തിടുകയാണ്. കാരണം അരുണാണ് ആ കള്ളനെ പിടികൂടിയതെന്നും ആ മാല നമ്മുടെ അരുൺ തന്നെയാണ് കള്ളന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് മേലുദ്യോഗസ്ഥനോട് സംസാരിക്കുന്നു. അങ്ങനെ മേലുദ്യോഗസ്ഥനും എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആദരവ് തന്നെ നമ്മുടെ അരുണിന് കൊടുക്കുന്നു. അരുണിന് പ്രമോഷൻ കിട്ടുന്നു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുക. പക്ഷെ നമ്മുടെ സച്ചിയാണ് അത്രയും കഷ്ടപ്പെട്ട് എഫേർട്ട് ചെയ്ത് ആ മാല കണ്ടുപിടിച്ച്, അല്ലെങ്കിൽ ആ കള്ളനെ കണ്ടുപിടിച്ച് മാല എടുത്ത് കൊടുത്തതെന്ന് പറയുന്നില്ല. പക്ഷെ അത് പതിയെ തെളിഞ്ഞു വരുന്നുണ്ട്. അപ്പം അതിനെക്കുറിച്ചുള്ള വിശേഷമൊക്കെ മിക്കവാറും നാളെയും മറ്റന്നാളൊക്കെ കാണിക്കുമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇപ്പം പറഞ്ഞ ഈ ഒരു ഇത് സംഭവം നാളെയും മറ്റന്നാളും കാണിക്കുമെന്ന് അറിയില്ല. നാളെയും ഓണപരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ടായിരിക്കും പോകുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. കിടിലൻ വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്. നമ്മുടെ അരുൺ എന്ന് പറയുന്ന പോലീസുകാരൻ ഒരു എത്തിക്സ് ഇല്ലാത്തവനാണെന്നും അവന് എന്താ പറയുക, ഒരു വൃത്തികെട്ടവനാണെന്നും പോലീസുകാർക്കിടയിൽ തന്നെ മനസ്സിലാവുകയാണ്. പോലീസുകാർക്ക് തന്നെ മനസ്സിലാവുകയാണ് സച്ചിയാണ് ആ മാല മോഷ്ടാവിന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ചത് എന്നും മോഷ്ടാവിനെ നമ്മുടെ അരുണിനെ ഏൽപ്പിച്ചതെന്നും ഒക്കെ മനസ്സിലാവുക. അത് കൂടാഞ്ഞിട്ട് നമ്മുടെ സച്ചി ആ രക്ഷിച്ചതെന്ന് ആ ഒരു മാല ഒരു ചേച്ചിയുടെ മാലയാണല്ലോ പൊട്ടിച്ചോണ്ട് പോയത്, അവരറിഞ്ഞു. അപ്പൊ നമ്മുടെ സച്ചിക്ക് കുറെ ഉപകാരങ്ങളൊക്കെ ആയിട്ട് നേരെ ചന്ദ്രോദയത്തിലേക്കും ചെല്ലുന്നുണ്ട് ഈ പറയുന്ന ഈ പുള്ളിക്കാരിയുടെ വീട്ടുകാരും ഹസ്ബൻഡും മക്കളൊക്കെ ചേർന്നിട്ട് എന്റെ മാല തിരിച്ചെനിക്ക് കള്ളന്റെ കയ്യിൽ നിന്ന് പിടിച്ചു മേടിച്ചു തന്ന സച്ചിക്ക് കുറെ ഉപകാരങ്ങളൊക്കെ ആയിട്ട് ചെല്ലുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് തുടർന്ന് കാണാം, ഞാൻ പറയാട്ടോ. അപ്പൊ നാളത്തെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ നാളെ രാവിലെ ഫുൾ വിശേഷവുമായിട്ട് വിത്ത് ഡയലോഗുമായിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ.